എല്ലാവർക്കും ഫൈൻഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറഞ്ഞിട്ടുള്ള പാഠം പഠിക്കാനായിട്ട് പോണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ എന്താണ് സമാന്തര ശ്രേണി. അതിനൊരു പൊതുവ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1, 3, 5, 7 അതിൻ്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? അത് 2ആണ്. ഇനി 6, 9, 12, 15 അതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? അത് 3ആണ്. ഇനി ഇതിലെ ഈ 2 ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എത്രയാണ്? ആദ്യത്തേൽ 1, രണ്ടാമത്തേൽ 6, ഇനി വേറെ 51, 57, അതുപോലെ 63. അതിൽ ഫസ്റ്റ് ടൈം എത്രയാണ്? 51ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6ആണ്. പൊതുവ്യത്യാസം എത്രയാണ്? 6ആണ്. നമ്മളിത് ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 1-2 കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ 3ാമത്തെ പാഠം പഠിക്കാനായിട്ട് പോണത്. അതിനായിട്ട് ഞാൻ ആദ്യം പഠിപ്പിക്കാനായിട്ട് പോണ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക. ആദ്യം പഠിപ്പിക്കാനായിട്ട് ഇക്വേഷൻ നോക്കുക. xn സമം an പ്ലസ് ബി. xn സമം an പ്ലസ് ബി. ഇതാണ് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം, അതും അല്ലെങ്കിൽ ബീജഗണിത രൂപം. പഠിച്ചു വയ്ക്കുക. xn സമം an പ്ലസ് ബി. അതിൽ a എന്താ? a സമം d. a എന്താ? d. അതുപോലെ b എന്താ? b സമം f മൈനസ് d. b എന്താ? f മൈനസ് d. d എന്താ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. d എന്താ? കോമൺ ഡിഫറൻസ്. d എന്താ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം. അതുപോലെ എഫ് എന്താ? എഫ് എന്താ നോക്കിയേ? ഫസ്റ്റ് ടേം. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യപദമാണ്. അതുപോലെ ഡി എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ്. നമ്മളിനി ചെയ്യാൻ പോണ എല്ലാ ചോദ്യവും ഈ പറഞ്ഞ 1-2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാനിതിൽ മുകളിലുള്ളത് മാത്രം മാറ്റിയുള്ള മുകളിലുള്ള എ സമം ഡിയും അതുപോലെ ബി സമം എഫ് മൈനസ് ഡിയും ബാക്കി മാറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം എ എന്ന് വെച്ചാൽ ഡി ആണ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ്. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു 7, 10, 13 എക്സെട്ര ഇതിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം കാണാനായിട്ട് പറയും, അല്ലെങ്കിൽ ഇതിൻ്റെ ബീജഗണിത രൂപം കാണാനായിട്ട് പറയും. നമുക്കറിയാം എ സമം ഡി ആണ്. അപ്പോൾ എ സമം എത്രയാണ്? ഡി എന്താ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. 7 10 3 വേണം. അതുപോലെ ബി എന്താ? എഫ് മൈനസ് ഡി. എഫ് എത്രയാണ് നോക്കിയാൽ ഇവിടെ? 7ആണ് എഫ്. 7 മൈനസ് ഡി എത്രയാണ് നോക്കിയാൽ ഇവിടെ? 3ആണ് ഡി. 7 മൈനസ് 3 4ആണ്. 7 മൈനസ് 3 4ആണ്. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. നമ്മൾ ആ XNൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുക. XN സമം എയുടെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3n പ്ലസ് ബിയുടെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ bn പ്ലസ് 4 എന്ന് വരും. bn പ്ലസ് 4 എന്ന് വരും. ഇത്രയാണ്. നമുക്ക് ഇതേപോലെ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ സെയിം പാറ്റേൺ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരു 51, ഒരു 60, 69, 78 എക്സെട്ര. അതിൽ ഫസ്റ്റ് ടൈം എത്രയാണ്? 51. കോമൺ ഡിഫറൻസ് എത്രയാണ്? 9. അപ്പോൾ എ എത്രയാണ്? എ ആണ് ഡി. ഡി എത്രയാണ്? 9. ബി എഫ് മൈനസ് ഡി ആ. 51 9 പോയാൽ എത്രയാണ്? 42 ഇത്. ജസ്റ്റ് ഈക്വേഷൻ ഇട്ട് കൊടുക്കുക. ഏതാ? XN സമം an പ്ലസ് ബി. അതിൽ എ എത്രയാണ് നോക്കിയേ? 9ആണ്. XN സമം ഇതിപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താ? ബീജഗണിത രൂപം. ഇംഗ്ലീഷ് ആയിരിക്കുമ്പോൾ ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം. അപ്പോൾ എയുടെ സ്ഥാനത്ത് 9n പ്ലസ് ബിയുടെ സ്ഥാനത്ത് 42 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ നിർത്താം. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് നേരെ പോവാം. അടുത്തത് സമ്മിൻ്റെ ഒരു ഭാഗം, സമ്മിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഇക്വേഷൻ ഞാൻ പഠിപ്പിക്കാൻ പോകണം. നോക്കി, സം ഈക്വൽ ടു SN 1/2 ഇൻറ്റു x1 പ്ലസ് xn. അതുപോലെ ഒരെണ്ണം കൂടി തരാം. 1/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ആദ്യ പദം പ്ലസ് അവസാന പദം. 1/2 n ഉണ്ട്.
n/2 ആണ്, n/2 ആണ്, n/2 ഇൻറ്റു x1 പ്ലസ് xn. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി, Sn സമം n/2 ഇൻറ്റു എഫ് പ്ലസ് എൽ. പിന്നെ അതുപോലെ n കാണാനുള്ള ഒരു ഇക്വേഷനും കൂടെ തരാം, എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാ, എൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം. എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം, എൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം. n കാണാനുള്ള ഇക്വേഷനും കൂടെ തരാം. n ഈക്വൽ ടു L മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. L മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. അപ്പോൾ L എന്താ ലാസ്റ്റ് ടൈം, എഫ് എന്താ ഫസ്റ്റ് ടൈം. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 ചെയ്താൽ നമുക്ക് ആരെയും കിട്ടും, എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള, അതുപോലെ പ്ലസ് അതെന്തും ആവണം, ഒരു 9ൻ്റെ മൾട്ടിപ്പിളും ആവണം. അങ്ങനെയുള്ള എല്ലാ നമ്പറിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 3 ഡിജിറ്റ് നമ്പർ ആവണം, ഒപ്പം എന്തും ആവണം, 9ൻ്റെ മൾട്ടിപ്പിളും ആവണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്പർ ഏതാ, 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള ആദ്യത്തെ നമ്പർ ഏതാ, നമുക്കറിയാം 99 രണ്ടാമത്തെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ അടുത്ത 3 ഡിജിറ്റ് നമ്പർ ഏതാ, അത് അടുത്ത വരാൻ പോകുന്ന നമ്പർ ഏതാ, അത് 100. അതേതാ 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 100 എടുത്തു. 100 എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം, അത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. ബൈ 9 ചെയ്യാൻ പോവുക. ബൈ 9 ചെയ്യാൻ പോവുക. 9 10 ആവാൻ 1, ബാക്കി 0 ഇറക്കിയിട്ടു. 10 9 ശിഷ്ടം 1 വന്നു. എന്തല്ല, മൾട്ടിപ്പിൾ അല്ല. ഇതേപോലെ നോക്കി, 101 ആവുമ്പോൾ 2, 103 ആവുമ്പോൾ 3, 104 ആവുമ്പോൾ 5, 106 ആവുമ്പോൾ 7, 108 ആവുമ്പോൾ 9. 9/9 അതെന്തായി മാറും, 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 108 എടുത്ത് നോക്കാം. 108/9, 9 9 10 ആവാൻ 1, 8 ഇറക്കിയിട്ടു. 9 18 0. അപ്പോൾ നമുക്ക് മനസ്സിലായി ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള നമ്പർ ഏതാ, അത് 108. അപ്പോൾ നമുക്ക് എഫ് കിട്ടി. എഫ് എത്രയാ, 108. ഇനി L കിട്ടണം. 999 ഏറ്റവും അവസാനത്തെ 3 ഡിജിറ്റ് നമ്പർ. അത് തന്നെ ആരുടെ മൾട്ടിപ്പിളാണ്, അത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ L ഈക്വൽ ടു 999. ഇനി നമുക്ക് ഇക്വേഷൻ നോക്കിയപ്പോൾ Sn സമം n/2 ഇൻറ്റു എഫ് പ്ലസ് അല്ല. n എന്താ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം, എഫ് എന്താ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം, എൽ എന്താ ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ അതിലിട്ട് കൊടുക്കാൻ പോകും. പക്ഷേ n ഇല്ല അവിടെ. പക്ഷേ n കാണാനുള്ള ഇക്വേഷൻ ഞാൻ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി, n സമം 999 മൈനസ് 108 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എന്താ വരിക, ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 9 തന്നെ എന്തായിരിക്കും, കോമൺ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ 9 പ്ലസ് 1. 999 100 പോയാൽ 899, 899 8 പോയാൽ 891 എന്ന് വരും. ബൈ 9 പ്ലസ് 1. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കിയേ, 891 ഡിവൈഡഡ് ബൈ 9. 9 × 9 81. 81 9 ആവാൻ 8 വേണം. ബാക്കി 1 ഇറക്കിയിട്ടു. 9 × 9 81. അപ്പോൾ 0 വന്നു. അപ്പോൾ ഇവിടെ എത്രയാണ് വന്നത്, 99 പ്ലസ് 1 സമം 100 എന്ന് വരും. 99 പ്ലസ് 1 100 എന്ന് വരും. സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആരെ കിട്ടി, എന്നാ കിട്ടി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരെ ഇവിടെ എടുത്ത് എഴുതി വയ്ക്കുക. എന്നെ എത്ര കിട്ടി നോക്കിയാൽ 100 കിട്ടി. എന്നെ എത്ര കിട്ടിയാൽ 100. അപ്പോൾ ഇവിടെ n സമം 100 നേടി. ഇപ്പോൾ എല്ലാ ആൾക്കാരുമായി. Sn സമം n/2 ഇൻറ്റു എഫ് പ്ലസ് എൽ. ആ ഇക്വേഷനിൽ നേരിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. Sn സമം n എത്രയാ, 100/2 ഇൻറ്റു 108 പ്ലസ് 999. 2 വെട്ടി 100 വെട്ടി 100ൻ്റെ പകുതി എത്രയാ, അത് 50. 50 ഇൻറ്റു 108ഉം 999 കൂടെ കൂട്ടണം. നമുക്കറിയാം 1000ൻ്റെ കൂടെ 108 കൂട്ടിയാൽ എത്രയാ, അത് 1108. അതൊന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 1107 1107. നമുക്കിവിടെ ഗുണിച്ച് നോക്കാം. 1107 ഇൻറ്റു 50 0 0 0 0. 5 ഇൻറ്റു 7 35. ബാക്കി 3. 0 0 0 3 3. 5 5 അത്രേ ഉള്ളൂ. അപ്പോൾ 0 5 3 5 5 എന്ന് വരും. ശരിയല്ലേ? 7 35 5 ബാക്കി 3. 0 0 0 3 3 5 5. ശരി. അപ്പോൾ എത്ര എന്ന് വരും, 5 5 3 5 0 എന്ന് വരും. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് നേരെ അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ സമ്മിൻ്റെ തന്നെ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. സമ്മിൻ്റെ വരെ ഒരു ചോദ്യം കൂടെ നോക്കാം.
ഇവിടെ n/2 ഉണ്ട്, n/2 ഉണ്ട് പ്ലസ്. അപ്പോൾ നമുക്കൊരു 51 ടെക്സ്റ്റിലുള്ള ചോദ്യം 51, 52, 53 എക്സെട്രാ 75. അപ്പോൾ 51 തൊട്ട് 75 വരെയുള്ള നമ്പറുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. 51 തൊട്ട് 75 വരെയുള്ള നമ്പറുകളുടെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. ഇതിൽ എഫ് ഉണ്ട് 51, എൽ ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട് 75, എൻ മാത്രമല്ല. എൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എൻ സമം എത്രയാണ്? ലാസ്റ്റ് ടേം 75 മൈനസ് ഫസ്റ്റ് ടേം 51/d, കോമൺ ഡിഫറൻസ് 1, അത് എഴുതുന്നില്ല +1. 75 59 പോയി എത്രയാണ്? 51 60 ആവാൻ 9 വേണം, 60 70 ആവാൻ 10 വേണം. അപ്പോൾ 19 ആയി. 19 5 14, 19 5 24, 24 1 25 എന്ന് വരും. ഇതിലിപ്പോൾ എത്ര ടൈം ഉണ്ടാവും? 25 ടൈം ഉണ്ടാവും, 25 പദങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്നും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി, ലാസ്റ്റ് ടേമും കിട്ടി. എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 25/2 ഇൻറ്റു 75 പ്ലസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേം എത്രയാണ്? 51 പ്ലസ് 75, 51 പ്ലസ് 75. അപ്പോൾ എത്ര വരും നോക്കിയേ? 25/2 ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 25/2 ഇൻറ്റു 51 75 കൂട്ടിക്കഴിഞ്ഞാൽ 50 70 കൂട്ടിക്കഴിഞ്ഞാൽ 130, 130 1 5 കൂട്ടിക്കഴിഞ്ഞാൽ 6, അപ്പോൾ 136, 126 കേട്ടോ. 50 70 കൂട്ടിക്കഴിഞ്ഞാൽ 120, 126 കേട്ടോ, 126 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? നേരെ ഈ രണ്ടും ഈ 126 വെട്ടിക്കളയുക. അപ്പോൾ 126ൻ്റെ പകുതി 63. അപ്പോൾ 25 ഇൻറ്റു 63 വരും. 25 ഇൻറ്റു 63 വരും. 25 ഇൻറ്റു 63 വരും. നമുക്കിവിടെ ചെയ്ത് നോക്കാം. 25 ഇൻറ്റു 63, I 3 15 5 ബാക്കി 1, ഈ 3 6 1 7, I 6 30ക്ക് 0 ബാക്കി 3, ഈ 6 12 3 15, 5 ഇറക്കി എഴുതി, 7 ഇട്ടു, 5 എഴുതി, ബാക്കി 1 7 ഇട്ടു കേട്ടോ. 1 5 7 5 എന്ന് വരും. 1575 എന്ന് വരും. അപ്പോൾ എളുപ്പമാണ്. നമുക്ക് നേരെ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ഇപ്പോൾ സമ്മിൻ്റെ സെക്ഷൻ അവിടെ നിർത്തുക. നേരെ അടുത്തൊരു സെക്ഷൻ. നമുക്കിനി അവർ നോക്കിയേ, നമ്മളിവിടെ XN കാണാൻ പഠിച്ചു, ബീജഗണിത രൂപം കാണാനായിട്ട് പഠിച്ചു, XN കാണാനായിട്ട് പഠിച്ചു. ഇതുപോലെ അവർ SN നമുക്ക് തരും, സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് തരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ SN സമം ഒരു 2n² പ്ലസ് n എന്ന് വരും. 2n² പ്ലസ് n. ഇതെന്ത് കാണാനുള്ളതാണ്? n ടേമുകളുടെ n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് ഈ 2n² പ്ലസ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് എനിക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കിയേ, ഇതിലൊന്ന് ഇട്ട് കൊടുത്താൽ ആദ്യത്തെ ടേമിൻ്റെ സമ്മ. അപ്പോൾ ആദ്യത്തെ ടേമിന് പ്രത്യേകിച്ച് സമ്മും കാര്യമില്ല. ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ S1 = 2 × 1² പ്ലസ് 1. 2 × 1² എത്രയാണ്? 1² തന്നെ. 1² എത്രയാണ്? 1² തന്നെ പ്ലസ് 1. 2 × 1 2 പ്ലസ് 1 3. എനിക്ക് എന്ത് കിട്ടി? F കിട്ടി. ഫസ്റ്റ് ടേം കിട്ടി, ഒന്നാമത് കിട്ടി. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് S2. അതെന്താ? ആദ്യത്തെ പദവും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും രണ്ടാമത്തെ പദം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന തുകയായിരിക്കും. നമുക്ക് നോക്കാം. നമുക്ക് S2 കണ്ടുപിടിക്കാം. S2 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? എന്നിൻ്റെ അവിടെ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2² പ്ലസ് 2. 2 × 2² എത്രയാണ്? 4 പ്ലസ് 2. 2 × 4 8 പ്ലസ് 2. 8ഉം 2ഉം കൂട്ടിയാൽ 10 എന്ന് വരും. 8ഉം 2ഉം കൂട്ടിയാൽ 10 എന്ന് വരും. ഇപ്പം കിട്ടിയത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂട്ടിയാൽ കിട്ടുന്ന സമ്മ. അതായത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം = 10. നമ്മളിവിടെ ഫസ്റ്റ് ടേം ഇവിടെ കണ്ടുപിടിച്ച് വെച്ചാൽ എത്രയാണ്? 3 കേട്ടോ. ഫസ്റ്റ് ടേം 3 എന്ന് കണ്ടുപിടിച്ചു. ഈ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂട്ടിയാൽ 10 എന്ന് വരും. അപ്പോൾ ഇത് സെക്കൻഡ് ടേം എങ്ങനെ പറയാം? സെക്കൻഡ് ടേം = 10 - 3 = 7 എന്ന് വരും. 10 - 3 = 7 എന്ന് വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, സെക്കൻഡ് ടേമും കിട്ടി. ഞാൻ നോക്കണ്ടേ, ഫസ്റ്റ് ടേമും കിട്ടി, സെക്കൻഡ് ടേമും കിട്ടി. ഞാൻ അവിടെ എഴുതി വയ്ക്കാൻ പോവാം. ഫസ്റ്റ് ടേം എത്രയാണ്? 3. സെക്കൻഡ് ടേം എത്രയാണ്? അതെത്രയാണ്? 7. അടുത്തത് എത്രയായിരിക്കും വരിക? 11 ആയിരിക്കും. അടുത്തത് എത്രയായിരിക്കും വരിക? 15 ആയിരിക്കും. അടുത്തത് 19 ആയിരിക്കും.
നമുക്ക് ആ ശ്രേണി തന്നെ കിട്ടി, നമുക്ക് ആ അരിത്തമെറ്റിക് സീക്വൻസ് തന്നെ കിട്ടി. ഇതിന്ന് നമ്മൾ ഏതിലേക്ക് തിരിയാൻ പോവുക? ബീജഗണിത രൂപം അല്ലെങ്കിൽ ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം. അപ്പോൾ നമുക്ക് എങ്ങനെ തിരിയാൻ നോക്കിയേ? നമുക്കറിയാം എക്സ് എൻ സമം എ എൻ പ്ലസ് ബി ആണ്. എക്സ് എൻ സമം എ എൻ പ്ലസ് ബി. അപ്പോൾ ഇതൊന്ന് എ സമം ഡി ആണ്, എ സമം ഡി ആണ്, ബി സമം എഫ് മൈനസ് ഡി ആണ്, ബി സമം എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ ഡി എന്താണെന്ന് നമുക്കറിയാം, കോമൺ ഡിഫറൻസാണ്. അപ്പോൾ ഇവിടെ ഡി എത്രയും നോക്കിയാടാ, 3 7 ആവാൻ 4 വേണം. അപ്പോൾ കോമൺ ഡിഫറൻസ് 4n പ്ലസ് 3 എന്ത് കുറയ്ക്കണം? 4 കുറയ്ക്കണം. അപ്പോൾ 3 മൈനസ് 4 ബി സമം കേട്ടോ, ബി സമം 3 മൈനസ് 4. 3 4 പോയാൽ 3 4 പോയില്ല, 4 3 കുറച്ചിട്ട് മൈനസ് ചിഹ്നം ഇടുക. അപ്പോൾ -1 വരും. ചെറുതെന്ന് വലുത് കുറയ്ക്കാൻ നമുക്കറിയില്ല, വലുതെന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക. വലുത് 4, ചെറുത് 3, 4 3 പോയാൽ 1, വലുതിൻ്റെ ചിഹ്നം എത്രയും നോക്കിയാൽ മൈനസ്. അപ്പോൾ ഉത്തരം -1 കൂടെ. ആ ബിയുടെ സ്ഥാനത്ത് -1. ഈ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അവിടെ എന്ത് എഴുതണം? മൈനസ് എഴുതണം. ഉത്തരം 4n -1. നമുക്ക് ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ ചെയ്യാം. എസ് എൻ സമം n സ്ക്വയർ പ്ലസ് 2, n സ്ക്വയർ പ്ലസ് 2. എസ് എൻ സമം n സ്ക്വയർ പ്ലസ് 2, n സ്ക്വയർ പ്ലസ് 2. ഞാൻ ചെയ്യാൻ പോണ കാര്യം നോക്കുക. ഈ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? അരിത്തമെറ്റിക് സീക്വൻസ് എക്സ് എൻ കാണാനുള്ള ഇക്വേഷനിലേക്ക് തിരിയാൻ പോവുക, അല്ലെങ്കിൽ nth ടേം അല്ലെങ്കിൽ n-ആം പദം കാണാനുള്ള ഇക്വേഷനിലേക്ക് തിരിയാൻ പോവുക. അതിനായിട്ട് ചെയ്യണം പോണ കാര്യം നോക്കുക. S1 കണ്ടുപിടിക്കണം. അത് തന്നെയാണ് ഫസ്റ്റ് ടേമും. ഇതിന് 1 ഇട്ട് കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 2, 1 സ്ക്വയർ 1 പ്ലസ് 2 3. പിന്നെ കണ്ടുപിടിക്കാൻ പോണ S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂട്ടിയാൽ കിട്ടുന്ന ആളാ. 2 ഇട്ട് കൊടുക്കുക, 2 സ്ക്വയർ പ്ലസ് 2 സമം 4 പ്ലസ് 2 സമം 6 വരും. അപ്പോൾ S2 കിട്ടി 6, S1 കിട്ടി 3. അപ്പോൾ 3ഉം സെക്കൻഡ് ടേമും കൂട്ടിയാൽ കിട്ടുന്ന ആളാണ് ആര് എന്ന് വരിക? 6 എന്ന് വരിക. 3ഉം സെക്കൻഡ് ടേമും കൂട്ടിയാൽ കിട്ടുന്ന ആളാണ് ആര് എന്ന് വരിക? 6 എന്ന് വരിക. 3ഉം സെക്കൻഡ് ടേമും കൂട്ടിയാൽ കിട്ടുന്ന ആളാണ് ആര്? 6. അപ്പോൾ സെക്കൻഡ് ടൈം എത്ര വരിക? ഈക്വൽ ടു 6 മൈനസ് 3 സമം 3 എന്ന് തന്നെ വരും. സെക്കൻഡ് ടൈം എത്ര വരിക? 3 എന്ന് തന്നെ വരും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയാടാ. 1 സ്ക്വയർ പ്ലസ് 2 3. ഇവിടെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 2 സ്ക്വയർ പ്ലസ് 2 4 പ്ലസ് 2 6. ഇനി ഞാൻ ശ്രേണി എഴുതാൻ പോവാ. 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അതിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 0 വരും. അപ്പോൾ നോക്കാം നമുക്ക്. 0n അല്ലേ കോമൺ ഡിഫറൻസ്. നമുക്ക് ആ ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ എന്താ? എക്സ് എൻ സമം എ എൻ പ്ലസ് ബി. എക്സ് എൻ സമം എ എൻ പ്ലസ് ബി. അതിൽ എ എത്രയെന്ന് കിട്ടി നമുക്ക്? 0. കോമൺ ഡിഫറൻസാണ്. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 0. ഇനി ബി എത്രയെന്ന് കിട്ടി നമുക്ക്? ബി സമം എഫ് മൈനസ് ടി. 3 മൈനസ് 0 എഫ് മൈനസ് ടി. അപ്പോൾ 3 എന്ന് തന്നെ വരും. അപ്പോൾ ഉത്തരം എന്താണ് വരിക നോക്കി? എ എൻ 0 n എത്രയാണ്? 0 തന്നെയാണ്. പ്ലസ് ബി എത്രയാണ്? 3. അപ്പോൾ ഉത്തരം എന്ത് തന്നെയാണ്? 3. ഈ ശ്രേണിയിലെ ഏത് ടേം എടുത്താലും അത് എന്ത് തന്നെ ആയിരിക്കുള്ളൂ? 3 തന്നെയാണ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരാൻ കുറച്ചും കൂടെ എളുപ്പത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തെളിയിക്കണ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ നമുക്ക് പുതിയത് ചെയ്യാം. താങ്ക് യു.